നിലമ്പൂർ നഗരസഭയിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടി ചേരുകയാണ്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നിലമ്പൂർ നഗരസഭയിൽ വിപിൻ നിൽക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് വോട്ട് ചെയ്യുന്ന ബൂത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർണ്ണമായി കഴിഞ്ഞോ? വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. മോക്ക് പോൾ തുടങ്ങിയിരിക്കുന്നു. 5:30 തന്നെ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പോളിംഗ് ഓഫീസർ കൂടി ശരിയാണ്. സർ, എല്ലാം ഓക്കെയാണോ? ഓക്കെയാണ്. എല്ലാം പരിശോധിച്ചു. ഓക്കെയാണ്. എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പാക്കിയിരിക്കുന്നു. ഒപ്പം 314 പോളിംഗ് സാമഗ്രികളാണ് എത്തിച്ചിരിക്കുന്നത്, പോളിംഗ് യന്ത്രങ്ങളാണ് എത്തിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ VVPAT എണ്ണുകളും 315ഓളം VVPAT മെഷീനുകളും എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും നിലമ്പൂർ മണ്ഡലത്തിലും പൂർത്തിയായിട്ടുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിൽ നോക്കുകയാണെങ്കിൽ LDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി. കാരണം മറ്റിടങ്ങളിലെല്ലാം തന്നെ ഒരു നെക്കാണ് LDFും UDFും തമ്മിലുള്ള ഒരു പോരാട്ടം എന്നുണ്ടെങ്കിൽ അത് മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തുമ്പോൾ LDFിനെ സംബന്ധിച്ച് അതൊരു മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ഭൂരിപക്ഷം അവർക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞതിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1541 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം കഴിഞ്ഞതിൽ PV അൻവറിന് നേടിക്കൊടുത്തതും ഇവിടുത്തെ ഭരണം LDFിന് നേടിക്കൊടുത്തത് തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയാണ് എന്നുള്ളത് സംശയമില്ലാതെ തന്നെ പറയാം. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒപ്പത്തിനൊപ്പം വന്നപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയാണ് LDFിനൊപ്പം നിന്നത്. അപ്പോൾ ഇപ്രാവശ്യം അത് ഉണ്ടാകുമോ, അല്ലെങ്കിൽ PV അൻവറിന്റെ വ്യക്തിപ്രഭാവത്തിന് എത്ര വോട്ട് എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ കനത്ത മഴ പെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അല്പമെങ്കിലും ഒരു ആശങ്കയുണ്ടാക്കുന്നത്. കാരണം മുന്നണികളെ സംബന്ധിച്ച് പരമാവധി വോട്ടർമാരെ ആദ്യം തന്നെ എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് ലക്ഷ്യമിടുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു ആളുകൾ ഇതാ പക്ഷേ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അവരിലേക്ക് കൂടി പോവാം. നേരത്തെ തന്നെ വന്നു അല്ലേ? നേരത്തെ വന്നു. ഇന്നൊരു ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്. കോഴിക്കോട് ജോലിയുണ്ടല്ലേ? ജോലിയുണ്ട്. കോഴിക്കോട് പോകേണ്ടതുണ്ട്. രാവിലെ തന്നെ എത്തി. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണോ വോട്ട് ചെയ്യാറ്? എല്ലാ പ്രാവശ്യവും രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യാറുണ്ട്. നിലമ്പൂർ മണ്ഡലം വോട്ട് ചെയ്തിട്ട് 8 മാസം ആയിട്ടേ ഉള്ളൂ. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ്. അതെ, ജനം നോക്കി നിൽക്കുന്ന ഒരു ജനവിധിയാണ്. ഏതാണ്ട് 2 ദിവസത്തിനുള്ളിൽ വിധി അറിയാലോ. ഈ പാറും പോരാട്ടം തന്നെയായിരുന്നു. ഈ വിവാദങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോരാട്ടം തന്നെയാണ്. ലോകം ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടം എന്ന് തന്നെ പറയാം. കേരളം മാത്രമല്ല, എന്തും സംഭവിക്കാവുന്നുള്ളൊരു അവസ്ഥയിലാണല്ലേ? ജനവിധി ജനാതീതമാണ്. പ്രവചിക്കാൻ പറ്റുന്നില്ല. സ്ഥാനാർത്ഥികളൊക്കെ വീട്ടിലൊക്കെ വന്നിരുന്നോ? എല്ലാ ദിവസവും വരുന്നുണ്ട്. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും വരാറുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നിലമ്പൂരുണ്ടായിരുന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. കലാശക്കൊട്ടൊക്കെ അടിപൊളിയായിരുന്നു. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റുന്നില്ല. രാവിലെ ആദ്യത്തെ വോട്ടനങ്ങ് ചെയ്യാന്ന് കരുതി. ആദ്യത്തെ വോട്ട് എന്റെ ആയിരിക്കട്ടെ. യെസ്, അപ്പോൾ വോട്ടർമാരൊക്കെ ദാ എത്തിത്തുടങ്ങിയിരിക്കുന്നു. മഴയാണെങ്കിലും അതിനൊക്കെ അവഗണിച്ച് കൂടുതൽ പേർ എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് അകത്ത് ഉള്ള വോട്ടിംഗ് കൂടി ആരംഭിക്കും. ഉന്മേഷ്. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടയിൽ സുർജിത്ത് അയ്യപ്പത്ത് അറിയിക്കുന്നുണ്ട് വഴിക്കടവിൽ അവിടെ മഴയാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തുടക്കത്തിൽ വോട്ടെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. വഴിക്കടവിലാണിപ്പോൾ മഴ ശക്തമായിരിക്കുന്നു എന്നുള്ള കാര്യം സുർജിത്ത് അയ്യപ്പത്ത് അറിയിക്കുന്നത്.